MTA ഒഫീഷ്യൽ വെബ്സൈറ്റിൽ OMR ഷീറ്റ് വന്നു, ആൻസർ കീ വന്നു. കുട്ടികളെല്ലാവരും തന്നെ അത് ഡൗൺലോഡ് ചെയ്ത് മാർക്കൊക്കെ കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചലഞ്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് മക്കളെല്ലാവരും ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മാർക്ക് നോക്കിയപ്പോൾ കുറെ പേർക്കൊക്കെ ഒരു സീറ്റ് ഉറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിലും കുറെ പേരെല്ലാവരും ആശങ്കയിലാണ് ഇരിക്കണേ. എനിക്ക് കിട്ടുമോ? ബ്രിമ്മിൽ നിൽക്കണ മക്കളുണ്ട്. അതുപോലെ 500 മാർക്കില് 400 മാർക്സില് അതിലും കുറവ് മാർക്കിലൊക്കെ ആയിട്ട് കുട്ടികൾ നിൽക്കുകയാണ്. ആശയക്കുഴപ്പത്തിലാണ് ഇനി എന്താ ചെയ്യണ്ടേന്നുള്ളത്. അപ്പം നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കുമ്പോഴും ഒരു പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയും. ഇനി എന്തിനാ നിങ്ങളുടെ കൊല്ലം കളയണേ, അല്ലെങ്കിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ, ഇനി കിട്ടാൻ പോവോ, അടുത്ത കൊല്ലം കോമ്പറ്റീഷൻ കൂടില്ലേ, ഇങ്ങനെ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഒരു ഇന്റേണൽ സ്ട്രെസ് ഞങ്ങൾ ടീച്ചേഴ്സിന് മനസ്സിലാവും. കാരണം ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം യാത്ര ചെയ്തവരാണ്. നിങ്ങൾ എത്രമാത്രം എഫേർട്ട് ഇട്ടിട്ടാണ് മക്കളെ നിങ്ങൾക്ക് 500 മാർക്ക് കിട്ടിയതെന്നും 400 മാർക്ക് കിട്ടിയതെന്നും ഒക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഓരോ എഫേർട്ടുകളും നിങ്ങൾ പ്രോഗ്രസിലേക്ക് തന്നെയാണ് നയിച്ചേക്കണേ, അതിൽ സംശയമില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ മോഹം, നിങ്ങളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് തന്നെയുള്ളൂ, എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സംശയിച്ച് നിൽക്കണ്ട. ആരുടെയും ചോദ്യത്തിന് മറുപടി പറയേണ്ടതില്ല. നിങ്ങൾ ധൈര്യമായിട്ട് അടുത്ത റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് 2025 നീറ്റില് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കണം. ആ ജേണിയിൽ ത്രൂ ഔട്ട് നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നമ്മൾ ഉണ്ടാവും.